മെയ് 19 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ മടിയില്ലാതെ കൊടുക്കുക എന്ന തലക്കെട്ടോടു കൂടിയാണ്. മധ്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ മറ്റുള്ള ആളുകൾക്ക് ഒരു ഉപകാരം ചെയ്ത രീതികൾ കുടിക്കുന്ന കാലത്തില്ല. താൻ എന്തൊരു കാര്യം ചെയ്തു കൊടുത്താലും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുടി നിർത്തിയിട്ടും ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ മറ്റുള്ള ആളുകൾക്കെല്ലാം കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ എല്ലാ പ്രവൃത്തികളിലും അടിസ്ഥാനപരമായിട്ട് ആ സ്വാർത്ഥത ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന സുബോധമാണെന്നുള്ള 12-ാം പടിയുടെ തത്വം. അത് എവിടെയൊക്കെ നമ്മൾ പ്രയോഗിക്കാൻ തയ്യാറാവുന്നു അവിടങ്ങളിലൊക്കെ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാവും. പലപ്പോഴും ഈ വിട്ടുകൊടുക്കാനും വിട്ടു നിൽക്കാനും പറ്റാത്തതിൻ്റെ കാരണം ഈ പ്രതിഫലം പ്രതീക്ഷിക്കാതെയുള്ള കൊടുക്കൽ. ഗ്രേപ്പ് പോയിന്റിൽ 1958 വന്ന ലേഖനത്തിലെ ഭാഗമാണ് യഥാർത്ഥത്തിലത്. ആ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷകളുമില്ലാതെ അല്ലെങ്കിൽ ഒരു ആവശ്യപ്പെടലുകളുമില്ലാതെയുള്ള പ്രവർത്തികൾക്ക് നമ്മൾ തയ്യാറാവുന്നുണ്ടോ എന്ന ചോദ്യമാണ്. നമ്മളൊക്കെ അങ്ങനെ പറ്റുമോ? നമ്മളെല്ലാവരിൽ നിന്നും പോയി നമ്മളൊരാളോട് ചിരിച്ച് അയാൾ തിരിച്ച് ചിരിക്കണം എന്നുള്ള പ്രതീക്ഷ ഉണ്ടാണ്ട് നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയും മറ്റുള്ള ആളുകൾ നമ്മളോട് ഇത്തരത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം എന്ന ആവശ്യപ്പെടലുകൾ നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. നമ്മുടെ ഈഗോ ഹേർട്ടാവുന്നതിൻ്റെയൊക്കെ കാരണം നമ്മുടെ പ്രതീക്ഷകളാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആളുകൾ ഉയർന്നിട്ടില്ല എന്നാണ്. നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അയാൾ തിരിച്ചിങ്ങനെ ചെയ്യണം, ഞാൻ അവനോട് അങ്ങനെ ചെയ്തു എന്നിട്ട് അവൻ ഇത് ചെയ്തില്ല എന്നുള്ള പരാതികൾ നമ്മൾ ഉന്നയിക്കുന്നതിൻ്റെ കാരണം അതാണ്. മറ്റുള്ള ആളുകളോട് ഒരു മാപ്പ് കൊടുക്കുമ്പോൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ ആളോട് എങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റുക? അതാണ് ആ മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നതിലൂടെയാണ് നമുക്ക് മാപ്പ് ലഭ്യമാകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാധികളില്ലാതെയാണ് മാപ്പ് കൊടുക്കുന്നത്. അയാൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ അയാളുടെ രീതികൾ എന്തായിരുന്നു എന്ന പരിശോധനകളല്ല, നമ്മളങ്ങ് വിട്ടുകൊടുക്കുകയാണ്. കാരണം നമുക്കും ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറ്റം ഉണ്ടാവണം. 5-ാമത്തെ പടിയൊക്കെ അത്തരം വിട്ടുകൊടുക്കലുകൾക്ക് വേണ്ട കളമൊരുക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ആ രീതിയിൽ 5-ാമത്തെ പടിയിൽ അങ്ങനെ ചെയ്യാനും മാപ്പ് കൊടുക്കാനും വിട്ടു നിൽക്കാനും ഒക്കെ തയ്യാറാകുമ്പോഴാണ് ശരിക്കും ഒരു 12-ാം പടി പ്രവർത്തനങ്ങളിൽ നമുക്ക് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ നടത്താൻ പറ്റുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം. അങ്ങനെ ഒരു 12-ാം പടി നടത്തുമ്പോൾ കിട്ടുന്ന വേറൊരു പ്രതിഫലം എന്താണ്? നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും എന്ന് വേണ്ട സമസ്ത മേഖലകളിലും പരാതികളും പരിഭവങ്ങളും കുറഞ്ഞവരായിട്ട്, പരിവട്ടങ്ങൾ പറയാതെ മറ്റുള്ളവരിൽ നിന്നുള്ള ആവശ്യപ്പെടലുകൾ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ഇതൊക്കെ നമ്മുടെ കയ്യിലായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ മാറ്റപ്പെടാൻ, ആളുകൾ മാറാനൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിലും കടുത്ത പ്രതീക്ഷകൾ നമുക്കുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മറ്റു മനുഷ്യർ പെരുമാറാതെ ആകുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്. എന്തിനാണ് ദുഃഖം ഉണ്ടാവുന്നത്? അയാൾ ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല, ഞാൻ അയാളോട് ഈ രീതിയിൽ ചെയ്തു എന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ അങ്ങനെ എന്തിനാ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം, അങ്ങനെ പ്രതീക്ഷിച്ചല്ല ഒരു കാര്യവും ചെയ്യേണ്ടത്. അപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുള്ള ആവശ്യപ്പെടലുകൾ നിർത്തിക്കൊണ്ട് ഞാൻ ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്തമായ മനുഷ്യ സഹജമായ നന്മയാണ്, ഞാനൊരു സേവനം ചെയ്യുന്നുണ്ട്, ഞാനൊരാളോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, അതിനർത്ഥം അയാൾ തിരിച്ച് പെരുമാറണം എന്ന അർത്ഥത്തിലല്ല. ഞാനൊരാൾക്ക് വഴിയിൽ സഹായം ചെയ്യുന്നത് വേറൊരാൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുമല്ല. അതെൻ്റെ ഉത്തരവാദിത്തമാണ്, എനിക്കതിൽ സുഖം കിട്ടുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രവർത്തികൾ ഏർപ്പെടേണ്ടതെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം എന്നോട് പറയാറുണ്ട്. അതിനെല്ലാം പ്രാപ്തമാക്കുന്നത് ഈ പുറന്ന പറച്ചിലുകളിലൂടെയാണ്. ഇത് സാധ്യമാകുന്ന ഒന്നല്ല. ഇത്തരം പ്രതീക്ഷകളില്ലാതെ ഒരു കർമ്മവും ചെയ്യാൻ പറ്റാത്ത വളരെയധികം സ്വാർത്ഥനായ മധ്യാസക്തൻ തന്നെയാണ്. എല്ലാം ഈഗോ സെൻട്രിക്കായ ഞാൻ ആരാ മോൻ എന്ന് പറയുന്ന ഭാവത്തോടു കൂടി നിൽക്കുന്ന ആൾ തന്നെയാണ്. പക്ഷെ അവിടെ അതൊരു കുഴപ്പമാണ്. അവിടെ എന്താ ഉണ്ടാവുക? ജീവിതത്തെ ജീവിതമാകുന്ന രീതിയിൽ എനിക്ക് നേരിടാൻ പറ്റില്ല. ലോകത്തെ അതിൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് എന്താണോ അതിനെ അതേപോലെ സ്വീകരിക്കാൻ പ്രാപ്തിയുള്ളവനായിട്ട് മാറുക. ഇതാണ് പ്രോഗ്രാം ആവശ്യപ്പെടുന്നത്. സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം, സന്തോഷം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ഈ സന്തോഷത്തെയും സ്വാതന്ത്ര്യത്തെയും എല്ലാം തടയുന്നത് എന്താണ്? ആവശ്യപ്പെടലുകളാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള, മറ്റുള്ളവരുടെ പെരുമാറ്റം മുതൽ എല്ലാ കാര്യങ്ങളിലും ആവശ്യപ്പെട്ട സാഹചര്യം നന്നായിരിക്കണം, മഴ പെയ്യരുത്, മറ്റേ റോഡിൽ വണ്ടി ഉണ്ടാവരുത്, നല്ല സുഖമായിരിക്കണം, ബ്ലോക്ക് ഉണ്ടാവരുത്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പരാതികളും പരിഭവവും പറഞ്ഞു ഒരു സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല. എത്ര പോയി കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങളാണ്. എല്ലാവരിലും പ്രശ്നങ്ങൾ ആരോപിക്കാൻ തുടങ്ങും.
അങ്ങനെ ആകാതെ ലോകത്തെ അതിൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും എന്നെ വേദനിപ്പിക്കുന്നതാക്കി മാറ്റാതെ, എന്നെ വൈകാരികമായി തളർത്താതെ, എനിക്കവിടെ എൻ്റെ സ്വന്തം കാലിൽ നിവർന്ന് നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ട് എൻ്റെ വൈകാരിക അവസ്ഥകളെ നിയന്ത്രിക്കാനായിട്ട് എന്നെ പ്രാപ്തമാക്കുന്ന പ്രോഗ്രാം, ആ മടികളില്ലാതെ കൊടുക്കുക, അതെല്ലാ തരത്തിലുമാണ്. അതാണ് പിന്നീട് പരിപൂർണമായ ഒരർത്ഥത്തിൽ 12-ാം പടിയിൽ വരുന്നത്. അപ്പം എനിക്ക് പരാതി പറയില്ല, ഞാൻ 12-ാം പടി സന്ദേശം കൊടുത്തു, അവനോട് വേണ്ടിയിട്ട് രാത്രിയും പകലും പോയി, ഇതൊന്നും ഞാൻ പറയേണ്ട വരില്ല. അങ്ങനെ പറയേണ്ടി വരാതെ പരാതികൾ പറയാണ്ട് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണെന്ന ബോധ്യത്തിൽ 12-ാം പടി പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടങ്ങളിൽ ഈ മാറ്റം ഉണ്ടാക്കണം. കഴിഞ്ഞു പോയ ജീവിതങ്ങളിലെ എന്നോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് മാപ്പ് കൊടുക്കാനായി പറ്റുന്നില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നതിലൂടെ, മാപ്പ് കൊടുത്താലാണ് എനിക്ക് മാപ്പ് കിട്ടുക എന്ന ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഓരോ പ്രവൃത്തികളിലും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ സ്നേഹത്തിലും സമന്വയത്തിലും നിൽക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ കടന്നു വരുന്നത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയുന്നത് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.